സമസ്തയോട് ആരും കളിക്കണ്ട. KC ഉസ്താദ് ഷെയ്ഖുന കൊട്ടുമൽ ഉസ്താദ് ഷെയ്ഖുന ശംസുൽ ഉലമ 1979 മുസ്ലിയാരങ്ങാടി വന്നപ്പോൾ ഷെയ്ഖുന വളർത്തിയെടുത്ത ഷെയ്ഖുനാന്റെ ശബ്ദവും അവിടുത്തെ പ്രകൃതിയും എല്ലാം ഉൾക്കൊണ്ട ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഒരു 45 മണിക്കൂർ നേരം നീണ്ട ഉപദേശം നമുക്ക് തന്നു. അല്ലാഹു മഹാനവർക്ക് ഈ ഉമ്മത്തിനെ നേർവഴിയിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ കഴിവും ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു തആല മഹാനവറുകൾക്ക് ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് എല്ലാവർക്കും അല്ലാഹു തആല ഉസ്താദുമാർക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ ആദർശം അമാനത്താണ്. അതാണ് നമ്മുടെ നതീജ, നമ്മുടെ അജണ്ട അതാണ്. സുന്നത്ത് ജമാഅത്ത് കഴിഞ്ഞിട്ടാകാനോടോ മറ്റുള്ള രാഷ്ട്രീയങ്ങൾ. എനിക്ക് പറയാനുള്ളത്, സുന്നത്ത് ജമാഅത്ത് പറയുമ്പോൾ പ്രവർത്തകന്മാരെ പിരിച്ചുവിടാനും അവരെ മേൽ തലീകെട്ടി എന്ന് പറഞ്ഞിട്ട് കുതിര കയറാനും പോകണ്ട. അത് അപകടത്തിലേക്ക് വഴിവെക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഞാൻ അവസാനമായി കൊണ്ട് പറഞ്ഞു, കാരോടും പ്രത്യേകമായി വിദ്വേഷപുറപ്പല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പത്രം സുപ്രഭാതം, അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സത്താലത് സാഹിബ് വളരെ വ്യക്തമായി എനിക്കറിയാം. ഞങ്ങളൊക്കെ ജാമ്യ പിടിച്ച കാലത്ത് സുന്നികൾക്ക് സമസ്തക്ക് ഒരു പേപ്പർ ഉണ്ടാണെന്ന് കൊലിച്ച വ്യക്തിയാണ് ഞാനൊക്കെ. ഞാൻ രാവിലെ സുബഹി നിസ്കരിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോ എന്റെ മുനീർ സാഹിബ് ആ സുപ്രഭാതവുമായി കൊണ്ടുവരുമ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് ഒരു റഹ്മത്ത് വരുന്നു എന്ന് കരുതാം. നമ്മളതിനെ കരിക്കാനും എനിക്ക് അവരോടൊക്കെ നല്ല വാക്കേ പറയാനുള്ളൂ. നമുക്ക് വിദ്വേഷം ഉണ്ടെങ്കിൽ, ഒരു വ്യക്തിയെ വിദ്വേഷമെങ്കിൽ ആ വ്യക്തിയെ കല്ലെറിയലല്ലോ വേണ്ടത്. നമ്മൾ ആ പത്രത്തിനെ കരിക്കാനും അതിനെ തരം താഴ്ത്താനും നാം ഒരുങ്ങൽ ശരിയല്ല. അതൊക്കെ ആലിമീങ്ങൾ കൂടിയെടുത്ത തീരുമാനമാണ്. ഞാൻ വ്യക്തമായി കൊണ്ടുള്ള പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് ഞാൻ കൂടുതലായി ഒന്നും പറഞ്ഞില്ല. സമസ്ത വിട്ട് കളിച്ചു കഴിഞ്ഞാൽ, ഞാൻ വിഷയത്തിലേക്ക് നിങ്ങൾക്ക് ചരിത്രം അറിയാം. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങൾ, ഖായിദുൽ ഖൗം, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, പൂക്കോയത്തങ്ങൾ എല്ലാവരും വേണ്ട. ഇവിടെ എല്ലാ ബിദഈ പ്രസ്ഥാനക്കാരോടും ഗണ്ണന പ്രസംഗം നടത്തിയ നാട്ടിക ഉസ്താദിന്റെ ക്ലിപ്പ് കേട്ടാൽ മതിയോ സമസ്തയെ കുറിച്ച് പഠിക്കാൻ. രാഷ്ട്രീയത്തിന്റെ പോക്കും സമസ്തയുടെ പോക്കും ബഹുമാനപ്പെട്ട ഷെയ്ഖുന നാട്ടിക ഉസ്താദ് വിശദീകരിച്ചിട്ടുണ്ട്. നാട്ടിക ഉസ്താദിന്റെ കൂടെ കുറെ ഞാൻ പങ്കെടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രവർത്തകന്മാരോട് എനിക്ക് പറയുന്നത്, വിവരല്ലാതെ ലാ തഗ്തബൻ അഹദൻ ഫദ്ലൻ അനിൽ ഉലമ, നീ ഒരാളെയും നിന്റെ നാവ് കൊണ്ട് കുറ്റം പറയരുത്. ഫദ്ലൻ അനിൽ ഉലമ, പ്രത്യേകിച്ച് ആലിമീങ്ങളെ തുളമുടട്ടോ. നമ്മളിങ്ങനെ പറയും ഒരു തലികെട്ടുകാരാണ്, ഓൽക്കിങ്ങനെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കൊന്നുമില്ല, ഓൽക്കൊരു തീറ്റക്കാരാണെന്നൊന്നും കരുതണ്ട. ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ ഈ ലോകത്തിലില്ലെങ്കിൽ മൗത്തുൽ ആലിം മൗത്തുൽ ആലം, ഒരു പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണമാണെന്ന നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആരും തന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ഷെയ്ഖുന പറഞ്ഞ പോലെ സമസ്തയെ കളിക്കാൻ ആരും ഒരുങ്ങണ്ട. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ മരണം വരുന്ന അവസാനത്തെ വാക്ക് വരെ സമസ്തയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ സാധുക്കളായ നമുക്ക് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ.